ചെയ്തിട്ട് നിങ്ങളിത് പഠിക്കുക. അപ്പോൾ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ. അത് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റിനെ കമ്പയർ ചെയ്യുന്നു, അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് ആൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഹെൽപ്പ് us to analyze the performance of a company during 2 periods. ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ 2018-ലെയും 2019-ലെയും ഡീറ്റെയിൽസ് തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളോട് തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ പ്രോഫിറ്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ഒക്കെ കാണണം. അപ്പോൾ നമ്മളൊരു ഇൻകം, ഇപ്പോൾ 4 കോളം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. താഴെ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ് സെയിൽസ്, അപ്പോൾ നമുക്കറിയാം നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അതിൽ നിന്ന് ഓഫീസ് എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസും മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഓപ്പറേറ്റിംഗ്, പിന്നെ നമുക്ക് നമുക്ക് അത് മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ സെയിൽസ്, അതിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അതിൽ നിന്ന് നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് രണ്ടും മൈനസ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റുകയാണ്. 4 കോളംസ് ഉണ്ട്. ഒന്നെന്താണ് 2018, അടുത്തത് 2019. മൂന്നാമത്തെ കോളം എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. അപ്പോൾ അതിന് ബേസ് എന്ന് പറയുന്നത് 2018ആണ്. അപ്പോൾ 19-ൽ നമ്മൾ കണക്കാക്കുന്നത് 18-മായി കമ്പയർ ചെയ്ത് എത്ര ഇൻക്രീസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് ഫിഗർ എത്രയുണ്ട്? 70. അപ്പോൾ നമ്മൾ നോക്കിയേ, നെറ്റ് സെയിൽസ് 2018-ൽ 350 ലക്ഷമാണ്, 2019-ൽ 420 ലക്ഷമാണ്. മൂന്നാമത്തെ കോളം ഇൻക്രീസ് എത്രയാണ്? 70 ലക്ഷമാണ്. നാലാമത്തെ കോളം പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 70 ഡിവൈഡഡ് ബൈ 350. വളരെ സിമ്പിളാണ്. 70 ഡിവൈഡഡ് ബൈ 350. 70 ആണ് ബേസ്. അപ്പോൾ നമുക്ക് കാണാം 70 ഡിവൈഡഡ് ബൈ 350 ഇൻറ്റു 100, 20% ആണ് ഇൻക്രീസ് ഉണ്ടായതെന്ന് കാണാം. എന്ത്? സെയിൽസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നോക്കിയാലും അതേപോലെ തന്നെ 240, 300, അപ്പോൾ 60 ലക്ഷം വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? പെർസെൻറ്റേജ് കാണുക 60 ഡിവൈഡഡ് ബൈ 240, അപ്പോൾ അത് 25 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് നോക്കിയാൽ, ഗ്രോസ് പ്രോഫിറ്റ് നോക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ ഗ്രോസ് പ്രോഫിറ്റ് 110 ലക്ഷമായിരുന്നു, രണ്ടാമത്തെ വർഷം 120 ആയിരുന്നു. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് 10 ലക്ഷമേ വർദ്ധിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് 10 ഡിവൈഡഡ് ബൈ 110 ഇൻറ്റു 100 എന്താണ്? 10 ഡിവൈഡഡ് ബൈ 110 ഇൻറ്റു 100, അത് 9.1% ആണ് വർദ്ധിച്ചത്. ഇനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അത് രണ്ടും നോക്കിയാൽ 30, 36, അപ്പോൾ 6 ഡിവൈഡഡ് ബൈ 30 20%. സെല്ലിംഗ് എക്സ്പെൻസ് 10 ഡിവൈഡഡ് ബൈ 20 50%. അപ്പോൾ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 16% വർദ്ധിച്ചു. 16% വർദ്ധിച്ചു. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ കണ്ടു 32% വർദ്ധിച്ചു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കിക്കേ, 60 കഴിഞ്ഞ വർഷം, ഈ വർഷം അത് 54. അപ്പോൾ 6 ആണ്. അപ്പോൾ നമ്മൾ 6 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100, അത് മൈനസ് എഴുതണം. അതെന്തെഴുതണം? മൈനസ്. അപ്പോൾ ഇത് നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചില കൺക്ലൂഷൻ എത്തണം. എന്താ കൺക്ലൂഷൻ? നമ്മുടെ സെയിൽസ് വർദ്ധിച്ചു, സെയിൽസ് 20% വർദ്ധിച്ചു. പക്ഷെങ്കിൽ എന്ത് സംഭവിച്ചു? നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും വർദ്ധിച്ചു. അപ്പം സെയിൽസ് 20% വർദ്ധിച്ചെങ്കിലും ഗ്രോസ് പ്രോഫിറ്റ് 9% മാത്രമേ വർദ്ധിച്ചുള്ളൂ. 9% മാത്രം. നമ്മുടെ എക്സ്പെൻസുകളും വർദ്ധിച്ചു. എക്സ്പെൻസുകൾ വർദ്ധിച്ചത് കൂടിയ റേറ്റിലാണ്. എന്താ കൂടിയ റേറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ സെല്ലിംഗ് എക്സ്പെൻസ് ഒക്കെ 50% വർദ്ധിച്ചു. 50% വർദ്ധിച്ചു. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ടോട്ടൽ 32% വർദ്ധിച്ചു. ഓക്കെ, സെയിൽസ് 20% ആണ് വർദ്ധിച്ചത്, പക്ഷേ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 32% വർദ്ധിച്ചു. അപ്പോൾ അത് എന്തിലേക്ക് നയിച്ചു? 10% ലോസിലേക്ക് നയിച്ചു. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ, നമ്മുടെ അനാലിസിസ്. ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നു സെയിൽസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ക്വസ്റ്റ്യനാണ്, ഇൻകം ടാക്സ് എല്ലാം തന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ്. ഇതേപോലെ മുമ്പ് ചെയ്ത പോലെ തന്നെ സെയിൽസ് 2010-ൽ 4 ലക്ഷം, 2011-ൽ 5 ലക്ഷം.
അപ്പോൾ അത് ഇൻക്രീസ് 1 lakh, അതിൻ്റെ പെർസെൻറ്റേജ് 25%. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 2 lakh 3 lakh 1 lakh വർദ്ധിച്ചു, അതിൻ്റെ ഇൻക്രീസ് 50%. ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ് 2 lakh. അപ്പോൾ ദർ ഈസ് നോ ഇൻക്രീസ് ഓർ ഡിക്രീസ്, അതാണ് ഡാഷ്. ലെസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നമ്മൾ മൈനസ് ചെയ്യുന്നു. അഡ്മിനിസ്ട്രേഷൻ അല്ല 40,000 1 lakh. അപ്പോൾ അത് 60% വർദ്ധിച്ചു, 150% വർദ്ധിച്ചു. 150 ഡിവൈഡഡ് ഇതാണ് 100, 60 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 100, 60,000 ഡിവൈഡഡ് ബൈ 40,000 ഇൻറ്റു 100, 150%. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,60,000 1 lakh ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 60,000 കുറഞ്ഞു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 60,000 കുറഞ്ഞു. അതിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെ കണക്കാട്ടുക? 60,000 ഡിവൈഡഡ് ബൈ 1,60,000. അപ്പോൾ അത് 37.50. അപ്പോൾ നമ്മൾ അതർ ഇൻകം അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടി, ഇൻകം ടാക്സ് മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടി. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 1,20,000 60,000 ആണ്. അപ്പോൾ എത്ര കുറഞ്ഞു? 60,000 കുറഞ്ഞു. അപ്പോൾ അത് എത്ര ശതമാനമാണ് കുറഞ്ഞത്? 50% കുറഞ്ഞു. എങ്ങനെയാണ്? 60,000 ഡിവൈഡഡ് ബൈ 1,20,000, അതാണ് ബേസ് ഇയർ, ഇൻറ്റു 100. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കുള്ള കൺക്ലൂഷൻ എന്താണ്? നമ്മുടെ സെയിൽസ് വർദ്ധിച്ചു, ബട്ട് എക്സ്പെൻസസ് ഇൻക്രീസസ് അറ്റ് എ ഹയർ റേറ്റ് ദാൻ ദ ഇൻക്രീസ് ഇൻ ദ സെയിൽ. ഇതാണ് വേറൊരു കേസും കൂടെ നമുക്ക് നോക്കാം. ഫ്രം ദ ഫോളോയിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ മാറ്റാൻ പോകുന്ന സമയത്ത് നമ്മൾ സെയിൽസ് 2 lakh, അത് 2,40,000 ആയി. അപ്പോൾ 40,000 വർദ്ധിച്ചു, അതിൻ്റെ ഗ്രോത്ത് 20%. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യുന്നു, അതിൻ്റെ ഗ്രോത്ത് 15,000 18%. ഗ്രോസ് പ്രോഫിറ്റ് 25,000 വർദ്ധിച്ചു, അതിൻ്റെ ഗ്രോത്ത് 20%. ഇനി നമ്മൾ അതിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യണം. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 60,000 70,000 10,000 ഇൻക്രീസ് 15,000, അപ്പോൾ അത് 25%. സെല്ലിംഗ് എക്സ്പെൻസ് കുറഞ്ഞു 2,000. അപ്പോൾ അത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് മൈനസാണ്. പിന്നെന്താണ്? അപ്പോൾ അത് മൈനസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടി. എത്രയാണ്? അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1,20,000 മൈനസ് 88,000 32,000. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 44,000 ആയി. അപ്പോൾ 12,000 കൂടി. അപ്പോൾ അത് 37.50, അത്രയും പെർസെൻറ്റേജ് അത് വർദ്ധിച്ചു. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം അത് 8,000 6,000 അത് മൈനസ് ചെയ്തു. അപ്പോൾ അത് 25% മൈനസാണ്. അതിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നമ്മളൊന്ന് മൈനസ് ചെയ്തു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 35,000 എന്ന് കിട്ടി, 44,000 എന്ന് കിട്ടി. അത് 9,000 കൂടി. അപ്പം 25.71 അത് കൂടി. പ്രൊവിഷൻ ഫോർ ടാക്സ് മൈനസ് ചെയ്തു. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 6,000 വർദ്ധിച്ചു. അപ്പോൾ അതെന്താണ്? അത് നമുക്ക് അത്രയും പെർസെൻറ്റേജ് 30% നമുക്ക് വർദ്ധിച്ചു. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രീതിയിൽ നമ്മൾ ഇൻകംസ് അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ്, ഇൻകവും എക്സ്പെൻസും തമ്മിലുള്ള ഡിഫറൻസ് കാണുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, ഈ കമ്പാരിറ്റീവ്. ഇത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാം. വളരെ സിമ്പിളാണ്. മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ഹോംവർക്ക് നിങ്ങൾ ചെയ്യുക.